അത്ര തൊലിക്കാൻ എന്നാ അതിനകത്തുള്ള വെറുതെ കാരണം എന്തിനു പറഞ്ഞ ഉടനെ തൊലിക്കണം. 28 വയസ്സ് തനിക്ക് പ്രായം ഉണ്ടല്ലോ, പണിക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ? വെൽക്കം ബാക്ക് ടു ഇന്നത്തെ ചാലഞ്ച് ഷാഡോ ഫുഡ് ചലഞ്ച്. ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുഡ് ഐറ്റത്തിന്റെ ഷാഡോ ക്രൂവോടെ കാണിക്കും. അതാരാണ് ഫസ്റ്റ് കൈ വിളിച്ച് പറയുന്നത് അവർക്ക് ഫുഡ് ഐറ്റം കിട്ടും. ഒന്ന് കൈയടിച്ച് പൈസ മനസ്സിനൊരു കുറച്ചാളായിട്ട് എന്നെ സ്നേഹിക്കണം. തന്നെ കണ്ടാലേ ഛർദിക്കും. അത്രയ്ക്ക് ഇതാ തന്റെ ഫേസ്. കുറച്ച് പേര് കൂടി ചതിച്ചു. എന്തിനാ ചതിച്ചത്? ആദ്യമേ ചോദിക്കണ റീസൺ എന്താ? അതിനേക്കാളും വലിയൊരു ചതി കൊടുത്തിട്ടേ ഇവിടെ ഇപ്പൊ മക്രി എന്നെ ഒരുമാതിരി അമ്പയാണ് എന്നെ. ഒരുപാട് വേദനിപ്പിക്കുന്ന മുള്ളുകൾ വെച്ച് എന്നെ തറക്കുകയാണ്. വേദനിക്കുന്ന വാക്കുകൾ കൊണ്ട് തന്നെ അമ്പ ചെയ്ത് എന്റെ മനസ്സ് എനിക്കത് പറയാൻ വയ്യ. അത് പോട്ടെ. ഇനി ഞാൻ എന്റെ വൃദ്ധനെ ഒന്ന് ഞാൻ പറയുന്നില്ല. എന്തിട്ട് ഞങ്ങളുടെ അറ്റാക്ക് വന്നു. ഫസ്റ്റ് അറ്റാക്ക് ഈ പ്രായത്തിലൊക്കെ ഫസ്റ്റ് അറ്റാക്ക് വരുന്നത്. ചാവട്ടെ. ബ്ലോക്കാ ഞാൻ ഇടയ്ക്കുണ്ട്. ഞാൻ ഇപ്പൊ എത്ര വയസ്സ്? 29 വയസ്സിലാ ഉള്ള രോഗങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. ഒന്ന് ടോട്ടലി ഫുൾ ചെക്കപ്പ് ചെയ്തു. ഇപ്പൊ നമുക്കറിയാം എന്റെ കൊളസ്ട്രോൾ ഉണ്ടോ, എനിക്കറിയാം സോഡിയം എനിക്കറിയാം എന്തൊക്കെ അത് കണ്ടെന്ന്. വരുന്നുണ്ടോ? സെയിം ഏജ് സെയിം ബോഡിയല്ല. ചെവിയിലേക്കാവോ? എന്താ ഉഷാറില്ലാത്ത? ഞാൻ ഉഷാറില്ലാണ്ടിരിക്കുന്ന കണ്ടില്ല. എന്ത് ഉഷി? ഫ്രണ്ടിലെ മുടിയിലെ അത് ട്രെൻഡ് ബ്രോ. ഇതിപ്പോ ഞാൻ പഠിപ്പിച്ചെടുത്തേ. ബ്രോ എന്നോട് ചോദിക്കാം. ബ്രോ ഈ ഇത് ട്രെൻഡാണെന്ന് പറഞ്ഞ ഞാൻ ഒന്നുകൂടെ ട്രെൻഡാണ് ഇതൊക്കെ പറഞ്ഞു. ബാക്കിലുണ്ട് ട്രെൻഡ് സമ്മതിക്കുന്നില്ല. ബാംഗ്ലൂർ ഇയാളെ അപ്പച്ചന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു ബാംഗ്ലൂർ ഫാഷൻ. മക്കളെ എന്താടാ ഈ ഫാഷൻ? ബാക്കിലുണ്ട് ഉറുമ്പരിച്ചതല്ല കേട്ടോ. ബ്രോ തൃശ്ശൂരല്ല, ഇത് കാണാത്തോണ്ടാ. ബ്രോ ഇപ്പോഴും മറ്റേ അപ്പാപ്പന്മാരെ ഗൾഫിൽ നിന്ന് വരത്തില്ല. ആ സാധനം കിട്ടോണ്ട് ഇപ്പോഴും ഈ ജവഹർലാലിന്റെ കൂടെയുള്ള പാസ്പോർട്ടൊക്കെ ഉള്ള ആൾക്കാർ യൂസ് ചെയ്തോണ്ടിരുന്ന ഷർട്ടാ. അത് പാരമ്പര്യ കൈമാറിയത്. അച്ഛന്മാരാകുമ്പോ ഇങ്ങനെ കൊടുക്കും. അപ്പച്ചൻ പുറത്തു പോയപ്പോ എനിക്ക് തന്നതാണ്. ഇപ്പോഴാണ് ഇടാൻ അവസരം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. ലെറ്റ്സ് ഗോ. പിന്നെ ഇതാ പറയാൻ പറ്റത്തില്ല. ഇത് മറ്റേ എന്ത് ജിലേബിയാന്ന് പറയണം. എന്ത് ജിലേബി എന്ന് പറയണം? കളർ പറഞ്ഞാൽ മതിയോ? പറയണ്ട. ഞാൻ പറഞ്ഞില്ല മോനെ, ഓറഞ്ച് ജിലേബി. മഞ്ഞ ജിലേബി. അല്ല അവന്റെ ചാൻസ് ഇവൻ പറയാനുണ്ടായിരുന്നു. ഇവ നീ ഒന്ന് പറയല്ലേ? ക്ലൂ എന്താ പറഞ്ഞ? ഇനി ഇവ മാത്രമേ പറയാനുള്ളൂ. അല്ല ഇവനും ഇവൻ പറഞ്ഞായിരുന്നു. അത് പറഞ്ഞായിരുന്നു. ഈ മോന്തല്ലേ ഇത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഞാൻ വെച്ച് മഞ്ഞ പറയുന്നു വിചാരിച്ചിട്ട്. ഞാൻ ഓറഞ്ച് ജിലേബി. ബ്രോ എന്താ മഞ്ഞ പറയുന്നത്? ഞാൻ നമ്മളെ സുരേഷന്റെ അവിടെ പോയി കഴിക്കുന്ന ഓറഞ്ച് ജിലേബിയാ. ഓറഞ്ച് ഓറഞ്ച് ജിലേബി. പിന്നെ 5 ഞാനേ ഇവിടെ കൂർക്ക മരിച്ചു ഉറങ്ങുക. പണി നാളെ പോലെ ഞാൻ വിളിക്കും, ഇന്ന് പോലെ ഞാൻ വിളിക്കും കേട്ടോ. വന്നില്ലെങ്കിൽ ഇല്ല ജിലേബി എന്ന് പറഞ്ഞോണ്ട് എനിക്ക് ഓറഞ്ച് ജിലേബി എന്ന് പറഞ്ഞോണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇത് ചെയ്യാം. അയ്യോ ഇത് മാറ്റി
എന്തോ ഒരു ജിലേബി പറഞ്ഞു എന്തോ ജിലേബി കൊണ്ടുപോയത് കള്ള കരിങ്കള്ള ക്യാമറ നിങ്ങൾ കാണുന്നു ഞാനിത് ഉറപ്പിക്കില്ല. ഞാൻ കള്ളത്തരമൊന്നും റെക്കോർഡിംഗ് ഓൺ ആകുമ്പോ തൊട്ട് അയാള് അല്ലല്ല വെച്ച് പൊറിപ്പിക്കത്തില്ല. ആ അത് കാണാം. ഒരു ചെറിയ പുളി പോലെ അതെ അതിന് ബ്രോഡ് അത്രയും പ്രായമുണ്ട്. ക്രൂ ഒന്നിന്റെ ക്രൂ ബ്രോ ക്രൂവിന് റിസ്ക് എല്ലാം തിന്നുന്നുണ്ടോ? തിന്നിട്ട് കഴിഞ്ഞ അറിഞ്ഞാൽ 3 ഫുഡ് കഴിച്ചു. അപ്പം ഇത് എന്റെ പ്രിയപ്പെട്ട ഓഡിയൻസ് 26 വർഷം പ്രായമുള്ള പുള്ളിയാറിനെ ഇഷ്ടപ്പെട്ടില്ല ഒരു പുളി പോലെ ഞാനത് പിന്നെ എഡിറ്റിംഗ് കഴിച്ചോളാം. ഇല്ല ഇപ്പൊ തന്നെ അങ്ങനെയൊന്നും ഇല്ല. ചലഞ്ചിനുള്ള ചലഞ്ചിൽ തന്നെ തീർക്കണം. അതെ അത് നീ ഇത്ര ആറ്റിറ്റ്യൂഡ് ഇടുന്നേ. അവന് ആറ്റിറ്റ്യൂഡ് ഇട്ട് തള്ളുവാല്ലേ അപ്പാപ്പനാണ് ഞാൻ നോക്കത്തില്ല. എന്നാ മറ്റേ കാക്കനാട് ചോദിച്ചാൽ മതി, പേര് ചോദിച്ചാൽ മതി. ജോലയും പറിക്കും. ജോലിയിൽ വർക്ക് ചെയ്യോ? ഞങ്ങള് ജക്കു ഇങ്ങനെ ഉപദ്രവിക്കാൻ സെക്കൻഡ് റൗണ്ട്. കൊക്കക്കോള, പെപ്സി, സെവനപ്പ്, പാണ്ട, തംസപ്പ്, മീറാണ്ട എങ്ങനെ ലിംക. ഞാനെന്നെ പറയാനുള്ള പറഞ്ഞു അല്ല നിനക്ക് പറയാൻ ഇല്ല, ഞാൻ പറഞ്ഞു. ഒറ്റത്തോളല്ലോ 2 പ്രാവശ്യം പറഞ്ഞു. 2 പ്രാവശ്യം താനോ താനും പറഞ്ഞു അല്ലെ ഏതൊക്കെയത് പറയാം. മറ്റേ സാധനം അതായിരുന്നു നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം. അതന്നെ അതിന്റെ പേരങ്ങ് പറ. സ്ട്രിങ്ങിന്റെ ഈ ബോട്ടിലല്ല ഇത് ഞാൻ പറഞ്ഞ പെപ്സിന്ന് സ്പ്രൈറ്റ് പറഞ്ഞ പറഞ്ഞു. ഇയാളുടെ അടുത്ത് എന്തിനല്ലേ പറയണേ? സ്പ്രിന്റ് പറഞ്ഞ സ്പ്രിന്റ് ഞാൻ പറഞ്ഞു തരട്ടാ. ഓക്കെ എനിക്കൊരു സാധനം കിട്ടിയടേ. സ്ലൈസ് അല്ലല്ല അല്ലാതെ എനിക്കറിയാം മറ്റേ എന്നാലും ചുമ്മാ പറഞ്ഞത് സ്പ്രൈറ്റിന്റെ ലെമൺ ഫ്ലേവർ ആണ്. സ്പ്രൈറ്റിന്റെ പുതിയൊരു ഫ്ലേവർ ഇറങ്ങിയിട്ടുണ്ട്. അതല്ലേ ലെമൺ ആൻഡ് ലെമൺ അല്ല. അതെ ഞാൻ പറയട്ടെ അതെ എനിക്കറിയാം. എനിക്ക് ആ സാധനം കിട്ടിയാൽ മതി. ഓ സ്പൈറ്റിന് പുതിയ ഫ്ലേവർ. സ്പ്രൈറ്റ് ലെമൺ ആൻഡ് മിന്റ്. അതാ മിന്റ്. മിന്റ് അല്ലടാ. അതെ മിന്റ് അല്ല. എനിക്കറിയാടാ. മല്ലിയാണോ? മല്ലി മല്ലിയല്ല ഒരെണ്ണം മിന്റ്. പിന്നെ വേറെ ഉള്ളത് ലെമൺ ആൻഡ് മല്ലി പിന്നെ കറിയപ്പില്ല. മിന്റ് അല്ല, മിന്റ് ലീസ് അല്ലാണ്ട് വേറൊരു സാധനം സ്പ്രൈറ്റിന്റെ മറ്റേത്. സാധാ സ്പ്രൈറ്റ് മറ്റേത് അതന്നെ ചടയൻ. നീ പച്ചച്ചട പച്ചച്ചടയൻ. ഒരു ക്ലൂ തന്നെ. ക്രൂ എന്നെ പഴം മുഴുകായിരിക്കണം താൻ. ഇത്രയും പേര് കഷ്ടപ്പെട്ട് തോറ്റിക്കുന്നത് തെറ്റിപ്പോന്നറിയാം. നമ്മളെല്ലാരും വിട്ടു. പുതിയ ചാൻസ്. ഞാൻ വിട്ടിട്ടില്ല. ക്ലൂ ഒന്നുമില്ല. ആൻസർ പറ. ആൻസർ പറഞ്ഞിട്ട് ഓറഞ്ച്. സ്പ്രൈറ്റ്, ലെമൺ ആൻഡ് ഓറഞ്ച്. ക്ലൂ പറ. സ്പ്രൈറ്റ് കൂൾമിന്റ് ആണോ? കൂൾമിന്റ്. അതൊക്കെ സിട്രസ് ആൻഡ് മിന്റ്. സ്പ്രൈറ്റ് എന്താ എസ്? സ്പ്രൈറ്റ് കരിമിന്റ്. അല്ല സ്പ്രൈറ്റ് അല്ല എസ് എന്താണ് എസ്? സ്പ്രൈറ്റ്, കൊക്കക്കോള, മിറണ്ട. എല്ലാരും സ്കിപ്പ് അടിച്ചിട്ട് ആ സാധനത്തിന്റെ പേര് പറ. ഫസ്റ്റ് ആര് താൻ പറഞ്ഞിട്ട് ഫസ്റ്റ് ആര് കൈ വെക്കണോ അവര് പറയാം. ക്രൂവിന്റെ വൈകുന്ന തന്തയ്ക്ക് വിളി അതാ വിളിച്ചിരുന്നു കേട്ടെ. എന്റെ കുട്ടിക്ക് ഇതിനൊന്നും പറ്റൂല. സ്പ്രൈറ്റ്, സിട്രസ് ആൻഡ് മിന്റ്. ഞാൻ കോക്കനട്ട് എന്ന് പറയാൻ കോക്കനട്ട് വാട്ടർ വെച്ചിട്ട് ഫേമസ് ആവുന്നുണ്ട്. ഇത് പുതിയ ഫ്ലേവർ അല്ല, എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് പുതിയ ഫ്ലേവർ അല്ല. നിങ്ങൾ ആരും കുടിച്ചിട്ടില്ലല്ലോ? ഇല്ല. അപ്പൊ ഞാൻ കുടിച്ചിട്ട് റിവ്യൂ പറയാം കേട്ടോ. ഞാനേ മോൺസ്റ്റർ പണ്ട് ഞാൻ ഒരു കഥ പറയട്ടെ. പണ്ട് ഇതുവഴി ഞാൻ ഒരു മോൺസ്റ്റർ കുടിച്ചപ്പോഴേ ഞാൻ 2 സിപ്പ് കുടിച്ചിട്ട് അവിടെ വെച്ച് സ്പ്രൈറ്റിന്റെ കൂടെ ഒരു പോളോ വയലിട്ടിട്ടുള്ള പോളോ പോളോ വോക്സ്വാഗൻ BMW പിന്നെ ബെൻസ്. പിന്നെ ഞാനൊരു കഥ പറയട്ടെ. ഭയങ്കര ആ ഒരു സോഡ അതില്ല. ഭയങ്കര പണ്ട് ഒരു ചലഞ്ചിലെ ഞാൻ ഒരു മോൺസ്റ്റർ എനിക്ക് കിട്ടിയേ. എന്നിട്ട് ഞാൻ 2 സിപ്പ് കുടിച്ചിട്ട് താഴെ വെച്ച്
ഓർക്കണേ ബ്രോ മനസ്സിലായില്ല. കേട്ടോ ഓർക്കണേ. ഇത് കുടിച്ചിട്ട് അവിടെ വെക്കാണ് പറഞ്ഞു. ഇത് അയാളുടെ ഒരു സിപ്പ്. ഈ അണ്ടാവിലേക്ക് ഇതൊന്നും ആയിട്ടില്ലല്ലോ. അതൊരു സിപ്പൊക്കെ ടേസ്റ്റ് നെക്സ്റ്റ് റൗണ്ട് ബിസ്ക്കറ്റ് പ്രിങ്കിൾസ്. ഇത് എങ്ങനെ ഇരിക്കുന്നത് ശരിക്കും? ഇങ്ങനെ കുത്തി തന്നെയാണ് ഇരിക്കണത് അതോ ഇങ്ങനെ കിടത്തിയാണ് ഇരിക്കുന്നത്? എങ്ങനെ വേണ്ടില്ലാതിരിക്കും, അത് വെക്കുന്ന പോലെ ഇരിക്കും. ചിലപ്പോ ഇങ്ങനെ ഇരിക്കും. തന്നെയല്ല അവിടെ കസാരയിട്ട് ഇരുന്നിരിക്കുന്നത്. ബർബോൺ. ഓ ഞാൻ പറയാൻ വന്നതാണ്. ഇനി വല്ല ട്രീറ്റോ ഹാപ്പിയോ ഇനി വല്ല കേക്കാണെങ്കിലോ? കേക്കിന്റെ പാക്കറ്റ് ആണല്ലോ. ബ്രോ ഇത് ബിസ്ക്കറ്റ് അതാ കേക്കാണെങ്കിലോ? ചിലപ്പോ വല്ല പറയടാ ഇതിലൊക്കെ ട്രീറ്റ് പറഞ്ഞോ. ട്രീറ്റ് ആണത്. ട്രീറ്റ് പറഞ്ഞു. അവിടെ ഹാപ്പി പറ. ഞാൻ ട്രീറ്റ്. നീ ട്രീറ്റ് പറയടാ. ഇനി ടൈഗർ ആണെങ്കിലോ? ഒന്ന് നീ പറയടാ. ട്രീറ്റ് പറയടാ. ലാഗാക്കുന്നതെല്ലാം നീ തന്നെ എഡിറ്റ് ചെയ്യണമെന്നുള്ളൂ. ബ്രോ പറയാ ഇങ്ങോട്ട്. ട്രീറ്റ് ഓറിയോ പിന്നെ ഇതാ മന്ന ബുദ്ധി. ഡാർക്ക് ഫാന്റസി. അവസാനത്തത് ക്രഞ്ച്ലിഷ്യസ് ട്രീറ്റ്സ് എന്നാണ്. ട്രീറ്റ്. ക്രഞ്ച്ലിഷ്യസ് ട്രീറ്റ്. അതിന് മുന്നേ 2 സംഭവമുണ്ട്. അതിന് മുമ്പ് 2 സാധനമുണ്ട്. ഹാപ്പി ഹാപ്പി. ഹാപ്പി ക്രഞ്ച് ക്രഞ്ചി മഞ്ച് ക്രഞ്ച് മഞ്ചിന്റെ ആണ്. മഞ്ച് മിൽക്കി ബാർ. അല്ലടാ. ക്ലൂതാ. അപ്പൊ ഫസ്റ്റത്തെ വേർഡ് പറയാം. മഞ്ച്. ഞാൻ പറഞ്ഞ മഞ്ചെന്ന്. മഞ്ച് അതെന്തൊരു ക്രഞ്ച്ലിഷ്യസ് ട്രീറ്റ്സ്. അതെന്തിട്ടൊക്കെയാണ് മഞ്ച്? മഞ്ച് ദ ക്രഞ്ചിലി. മഞ്ചാൻ മഞ്ച്. വിടറാണ്ട് അടുത്തുള്ള ചോദിക്കാം. അടുത്ത clue താമിട്. അടുത്ത കൂട്. മഞ്ച് നട്ട്സ് കൺജലീഷ്യസ് ട്രീറ്റ്. മഞ്ച് ചോക്ലേറ്റ് ക്രഞ്ച് ലിസ്റ്റ്. നീ കൂടെ ഉള്ളോ പറ. സാറാ നമുക്ക് അടുത്ത ക്ലൂ ചോദിക്കാം. മഞ്ച് ബബിൾസ്. അല്ലല്ല, ക്ലൂ ഒരു നമ്പറാണ്. മഞ്ച് 1 2 3 4 5 6 7 8 മഞ്ച് 10. മഞ്ച് 4 99 ഒന്നോട്ട് ഫസ്റ്റ് വരെ ഉള്ളതാണ്. പറഞ്ഞു. ആ അത് 1 തൊട്ട് 100 വരെയുള്ള. മഞ്ച് 100. ഈ പോസിബിലിറ്റി ഉണ്ട്. 1:98 പോസിബിലിറ്റി. മഞ്ച് 10 പറ നമുക്ക് 98 ആൻസർ പറയാം. ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റോ? മഞ്ച് 10 പറ. ഇപ്പൊ എന്തായാലും ഇതല്ല. മഞ്ച് 2. ഇനി 63 ആണല്ലോ. മഞ്ച് 7. ഞാൻ പറഞ്ഞു. കുറച്ചും കൂടി ഒന്ന് ഷോർട്ടൺ ആക്കിത്താ നമ്പർ. ഇത്രയും 1 തൊട്ട് 30 വരെ. അപ്പൊ 1:30 പോസിബിൾ. ഞാൻ പറഞ്ഞോണ്ടാ. അതിൽ 2 അല്ല 4 അല്ല 10 അല്ല. അറിയിച്ചിട്ടായാലും 2 അല്ല 4 അല്ല 10. മഞ്ച് 3. അല്ല. അടുത്ത മഞ്ച് 5 പറ. മഞ്ച് 6 പറ. കിട്ടത്തില്ല. 10 പറഞ്ഞാരെങ്കിലും. ഇല്ല. മഞ്ച് 10. ആ മഞ്ച് 20. അതുണ്ട്. അയ്യോ മഞ്ച് 20. അയ്യോ ഒരാളെ കിട്ടും. 25. ഇത് ലേലം വിളിക്കുന്ന ആ മഞ്ചിക്ക്. മഞ്ച് 30 കണ്ടില്ല. സെൻസേഷൻ മഞ്ചിഫിക്കേഷൻ എന്ന് പറയുമ്പോ 29. 15. അയ്യാറ് കുഞ്ചും അത് കൊഞ്ചോട് മതി. മഞ്ച് 5. മഞ്ചിന് 5. 5 മച്ചാ ക്രഞ്ച് മച്ചാ. മഞ്ച് 5. മഞ്ച് 5 സ്റ്റാർ. മഞ്ച് 5. 5 സ്റ്റാർ. ബ്രാൻഡ് 5 സ്റ്റാർ. 5 സ്റ്റാർ 5. മഞ്ച് 5. 5 പറ. 5 പറഞ്ഞോ? പറ. പാഞ്ച് മഞ്ച് മഞ്ച് 5. 5. റീസെറ്റ് ആയില്ലേ? കുറച്ചും കൂടി ഷോർട്ട് 1 മുതൽ 30 എന്നുള്ളത് ഒരു 1 തൊട്ട് 20. മഞ്ച് 8. തിരിച്ചാഞ്ചോട്. മഞ്ച് അത് 8 ആയിരുന്നത് അതുകൊണ്ടാ. അല്ലല്ല എന്റെ കൈ മാങ്ങ പറിക്കാൻ പോയില്ല. ഞാൻ ഇത് എന്ത് ചെയ്യുന്നറിയാവോ? എല്ലാ മഞ്ചും ഞാൻ തന്നെ തിന്നുമല്ലോ. പിന്നെ നമുക്ക് വരാൻ പറ്റത്തില്ലല്ലോ. അതെ, എല്ലാ മഞ്ചും ഞാൻ തന്നെ തിന്നുമല്ലോ. ജക്കു ഇവിടെ എന്തിനും ഒളിപ്പിക്കുന്ന ഇതൊക്കെ? അതിനകത്തുള്ള എല്ലാ മഞ്ചും എടുത്തടാ. എല്ലാ മഞ്ചും ഞാൻ ഒറ്റടിക്ക് തിന്നുമല്ലോ. ഇതിനകത്തൊരു 2 വെച്ച് കാണുമല്ലേ? അല്ല ബാക്കിലേക്ക് വെച്ചത് ഇവിടെ എടുത്തില്ലെങ്കിൽ നിനക്ക് പണിഷ്മെന്റ് തരുമെന്ന് കുറവ് പറയാൻ പറ്റും. അതേപോലെ പോയി ഇനി ഇത് പോയിട്ട് എടുക്കണം. പിന്നെ ദൈവം തന്നാ ദൈവം എന്നെ മഞ്ചെടുത്തേന്. 1 2 3. ഇതിനകത്ത് വെച്ചോ? ട്രേയാ? ബ്രോ ഇത്ര കഴിച്ച ഷുഗർ വരുന്നുണ്ടോ? നിങ്ങള് കള്ളന്മാരാ. 2 വെച്ച് എല്ലാം സ്യൂട്ട് ആവുന്നുണ്ടോ നോക്കട്ടെ. ആരും തരരുത്. ഒറ്റയ്ക്ക് ഓരോന്ന് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കഥയൊക്കെ പറ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണോ? നല്ല സുഖം ബ്രോ. ആദ്യമായിട്ട് മഞ്ച് കഴിച്ചപ്പോഴാ കഴിച്ച ഷുഗറും 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ. 5 ഇനി എപ്പോഴാ കഴിക്കാൻ തോന്നുന്നേ? 5 വർഷം കഴിഞ്ഞിട്ടോ? അപ്പൊ 5 വർഷം എന്ന് പറയുമ്പോൾ 5ാം ക്ലാസ് 10ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലല്ലേ? ആ അത് കഴിഞ്ഞു പോയി. അപ്പൊ ഇനി കഴിക്കണ്ടാട്ടാ. അതൊന്ന് നോക്കട്ടെ. പണിഷ്മെന്റ് ഉണ്ടോ കേട്ടോ? ഇല്ലല്ലോ.
ഭയങ്കര കഞ്ചില്ലേ? മഞ്ജു ഭയങ്കര കഞ്ചാണ്, അതാണ് പ്രശ്നം. അത് എവിടെ എഴുതി വെച്ചാൽ കവർ കാണിച്ചിട്ടോ? ബ്രോ ഞാൻ ബ്രോ നീ എന്തിനാ കാക്കണത്? എല്ലാരും കാണാൻ പറ്റും. നിനക്ക് പൊട്ടിച്ച് തരാൻ പോണേ. അത് എവിടെ എഴുതി വെച്ചാൽ മഞ്ജു എടുത്തേ എന്തിനാ ഇതൊക്കെ പൊട്ടിച്ചു ഭയങ്കരം തന്നെ. രണ്ടോട് ഒന്നിച്ചേക്ക്. ആ കവറോട് തിന്നാൻ പറഞ്ഞില്ല. So guys, let's go to the next one. മെറി ബോയ് ഐസ്ക്രീം. KFC ബക്കറ്റാണല്ലോ. നൂഡിൽസ്. ഞാൻ ഇടയ്ക്ക് ഈ വിഷമം ഇത് പറയുന്നത് ബ്രോ ആൻസർ പറ. ഞാൻ പറഞ്ഞു എന്താ തോറ്റുപോയി. പറഞ്ഞു അമുല് പറ. ധൈര്യമായിട്ട് പറ. ഞാൻ ഇപ്പൊ മിൽമ ഐസ്ക്രീം പറയാം. ഞാൻ അത്ര പറയാനുള്ളല്ലേ. ഞാനും ഉണ്ട്. ബ്രോ ഞാൻ ബ്രോ അമൂൽ വാനില ഐസ്ക്രീം. പറ അങ്കിൾ അങ്കിൾ ജോൺ മിൽമ ഐസ്ക്രീം. ഐസ്ക്രീമാണ്. ഫ്ലേവർ പറഞ്ഞാൽ മതിയാ. കമ്പനിയാണ് പറയുന്നത്, ഫ്ലേവർ ആണ് പറയുന്നത്. രണ്ടും പറയണം. ഫ്ലേവർ എനിക്കറിയാം. സ്ട്രോബെറി. മേസ്ലീസ് എന്ന് പറഞ്ഞ എന്തോ ഉണ്ട്. മേസ്ലീസ് മെറി ബോയ് ഉണ്ട്, മെർസിലീസ് ഉണ്ട്. മെറി ബോയ് കഴിഞ്ഞിട്ടാണ് വേറെ എന്തൊക്കെ ഉണ്ടല്ലോ? വേറെ മെർസിലീസ് ഉള്ളൂ. അല്ല വേറെ മേസ്ലീസ് ബട്ടർ സ്കോച്ച്. അല്ല. മേഴ്സലീസ് ചോക്ലേറ്റ്. മേസ്ലീസ് വാനില. മെർസിലീസ് അൽഫാൻസോ മാംഗോ. അതേത് മാംഗോ? ഞാനൊന്ന് കിടുങ്ങി. സ്ട്രോബെറി. അല്ല. ഏതാ കമ്പനി? കമ്പനി പറ. പിന്നെ ഫ്ലേവർ ഗസ് ചെയ്യാലോ. ഫ്രഷ്ലി ഫ്രോസ്. ഫ്രഷ്ലി ഫ്രോസ്റ്റ് ടെൻഡർ കോക്കനട്ട്. അതോ എനിക്ക് ഐസ്ക്രീം കിട്ടിയേ. ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഫ്ലേവർ കോക്കനട്ട്. ഞാൻ ആദ്യമായിട്ട് ടെൻഡർ കോക്കനട്ട് മറ്റേ മഞ്ജു വാര്യർ ഒരു അത് ഏതായിരുന്നു? ആക്ച്വലി ഐസ്ക്രീം അല്ല, വെള്ളമാണ്. ലിക്വിഡ് ഫെയ്ഡ്. അത് കുഴപ്പമില്ല, അത് ഫുള്ള് ഞാൻ കഴിച്ചോളാം. എനിക്കൊരു പ്രശ്നമില്ല. ബ്രോയ്ക്ക് പ്രശ്നമുണ്ട് ബ്രോ. എനിക്ക് ഒരു ജലദോഷം വരും ബ്രോ. ഒരു സീനല്ല. ജലദോഷം വന്നാൽ ഞാൻ ചത്തുപോയാലും ഞാൻ അതല്ല ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം ഒക്കെ എന്ന് പറഞ്ഞാണല്ലോ ഭയങ്കര ടേസ്റ്റാ. ഐസ്ക്രീം അല്ല ആക്ച്വലി ടെൻഡർ കോക്കനട്ട് നല്ല ടേസ്റ്റ് ആട്ടോ. ഇത് ഷെയ്ക്കാ പൾപ്പ ഐസ്ക്രീം ഷേക്ക് ചെയ്യണം. ഐസ്ക്രീം അല്ല. വെയിറ്റ് ഞാൻ കുടിച്ചു. പൾപ്പാണല്ലേ. ബ്രോ ഇത്ര കുടിക്കല്ലേട്ടാ, മൊത്തം ഷുഗറാ ബ്രോ. വയ്യാതെയാവുണ്ട് ബ്രോയ്ക്ക്. ഓൾറെഡി മഞ്ചെല്ലാം കഴിച്ചാണേ. അതെ അതെ. എങ്ങനെയുണ്ട്? ഫ്രിഡ്ജ് കടയാണത് വെച്ചിട്ടില്ല. കൊള്ളത്തില്ല. ഒരു കാര്യം പെട്ടെ, 250 രൂപ ഈ സാധനമാണല്ലോ മേടിച്ചെന്ന്. എന്തോ നല്ല മന്തി കഴിക്കാ. മറ്റേ ഹോട്ട്പോട്ട് മന്തിക്ക് 250 രൂപ ഉള്ളൂ. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക്. നെക്സ്റ്റ് റൗണ്ട്. നൂഡിൽസ്. ചിക്കൻ നൂഡിൽസ്. വെജ് നൂഡിൽസ്. ഇവരെല്ലാരും പറഞ്ഞല്ലേ പനീർ നൂഡിൽസ്. എഗ് നൂഡിൽസ് ആണ്. എഗ്. എന്നാ പിന്നെ പറഞ്ഞൂടാ. എല്ലാരും മണത്തോക്കുന്നത് നേരെ തന്നോ. എന്ത് രണ്ട് സ്പൂൺ? എന്റെ അഭിപ്രായം അത് ഇങ്ങനെ കുത്തി തിന്നാനാ ബ്രോ. എങ്ങനെയൊക്കെ കുത്തി ബ്രോ നൂഡിൽസിന്റെ ഫ്രണ്ട് ആരെന്നറിയോ? ടൊമാറ്റോ സോസ്. കെച്ചപ്പ് ആണല്ലേ? ആ കെച്ചപ്പും കൂടെ അതുകൂടി കൂട്ടി കഴിക്ക്. കൂട്ടി ഇളക്കി കഴിക്ക്. ബ്രോ എന്തിനാ ഇതൊക്കെ? സത്യം കേട്ടോ. ഇപ്പൊ ഏജോട് ഒരു ഡയലോഗ് വരും. അസിസ്റ്റന്റ് ഇല്ല, ഞാൻ അങ്ങനെ അടിക്കാറില്ല. അടിക്കാറില്ലേ? നിർത്തിയല്ലേ? അടിമാന്നാണ് ഇപ്പൊ പറയാ. അടിമ. ബ്രോ അല്ലല്ലേ മറ്റേ ഇതിരിക്കുന്നത്. ബ്രോ ഇതെന്താ വെപ്പാണോ? പല്ല് അല്ല. ബ്രോയ്ക്ക് നല്ല കൊടുത്തതിനും കിട്ടും, കഴിച്ചവനും കഴിച്ചവനും കിട്ടും. അതെങ്ങനെ അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ ക്രൂ എന്ന് പറഞ്ഞേ? ഇപ്പൊ കഴിച്ചോണ്ടെങ്കിൽ ആ ഫുഡ് അപ്പഴേ മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്യും. ആണോ? അടുത്ത ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. നമുക്ക് 3 പേർക്കും. അപ്പൊ നമുക്ക് കൂടെ വാങ്ങി കിട്ടും. നമുക്ക് കിട്ടുന്നേ അത് കഴിച്ചു. എന്തൊരു പാട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ? കള്ളക്കളി കാണിച്ചു, അതിന്റെ റിവാർഡാണ് അത് ഞങ്ങൾക്ക് കിട്ടുന്നതിലൂടെയുള്ള പണിഷ്മെന്റ്. നേരെ ക്രൂവിനെ പോകണം. നിങ്ങൾ കിട്ടത്തില്ല. നിങ്ങൾ ചെയ്തതല്ലോ. ക്രൂ തന്നെ പറയണം. നമുക്ക് കിട്ടും. നിങ്ങൾ കാണിച്ചേ ഇങ്ങനത്തെ ഇതാക്കിയാലോ. ബ്രോയ്ക്ക് എന്റെ 1 ഇയർ ബാൻ. അടുത്ത ഫുഡും കിട്ടും. ബ്രോയ്ക്ക് 1 ഇയർ ബാൻ അടിക്കുക. എങ്ങനെയാ ഒരു ചലഞ്ചിലേക്ക് ജയിച്ചാൽ പോലും കിട്ടില്ല. ബ്രോ ഈ നൂഡിൽസ് കഴിക്കണ എങ്ങനെയാണത്? ഇങ്ങനെ കുത്ത എന്നിട്ട് ഇങ്ങനെ ചുരുട്ട.
അപ്പൊ ഈ കാലത്ത് ആർക്കും ഒരു ഉപകാരം ചെയ്യാൻ പറ്റും. ഒരിക്കലും ഒരു ചെയ്യരുത് കേട്ടോ. ഇപ്പൊ എന്താ പറഞ്ഞ കേട്ടെന്നറിയാവോ? അത് ചെയ്യരുത്, മനസ്സിലായോ? ചെയ്യണ പോലും ചെയ്തു കൂടാ. അത് ചെയ്യില്ല കേട്ടോ. ഞാൻ എപ്പോഴും എല്ലാരും ഞാനായിരിക്കുന്നതില്ല. ഞാൻ ചിലപ്പോ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ സ്നേഹിക്കും. കൈവിടറാ ഞാൻ നോക്കത്തില്ല. ഇവിടെ പുതിയ അപ്പം പറഞ്ഞു വരുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇതിനെ 3 എണ്ണം അത് 1, 2, 3 എണ്ണം ആകാറുണ്ട്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു പണി ചെയ്യാം. നിങ്ങൾ ഇക്കാന്റെ കൂടെ പോയിരിക്കും, എന്നിട്ട് ഇക്കാണ്ട് ഇതൊക്കെ പറയും. ഞാൻ ഇക്കാടെ കൂടെ ഇരിക്കാറുണ്ട്, ഡോമിന്റെ കൂടെ ഇരിക്കാറുണ്ട്. ഞങ്ങൾക്ക് ബ്രോ പറയുന്നിടത്ത് ഒരിക്കലും ചിരി വരുന്നില്ല. ഞാൻ തമാശ പറയാറില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് അടിച്ചതാ. അയ്യോ ഞാൻ കാര്യമായിട്ട് പിന്നെ ചിരിച്ചേ എന്തിനാ വിഷയം മാറ്റിയണ്ടോ? എന്തിനാ വിഷയം മാറ്റുന്നേ? കൊച്ചുങ്ങളുടെ മനസ്സ് വരുന്നല്ലേ പറയണേ. അതുപോലെ പ്രായം കൊടുക്കുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സാവും ഇയാൾക്ക്. കുഞ്ഞുങ്ങളെ മുതുകാള ഞാൻ താഴെ ഇടും. 52 കൊല്ലം എങ്ങനെയാ നോക്കി? 32 കൊല്ലം തന്റെയും ബാക്കി വെപ്പും. ഇത്ര തൊലിക്കാൻ എന്നാ അതിനകത്തുള്ള? വെറുതെ കാരണം എന്തിനു പറഞ്ഞ ഉടനെ തൊലിക്കണം. രണ്ടുപേരും 28 വയസ്സ് തനിക്ക് പ്രായമുണ്ടല്ലോ. പണിക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ മുതുകാളെ? ഇവിടെ വന്നിരുന്ന് ഇവിടെ വന്നിരിക്കുവാണെങ്കിൽ എന്തിനും പറഞ്ഞ ഫ്രീ ആയിട്ട് ഫുഡ് തിന്നാലോ. 4 നേരം അങ്ങനെ തിന്നിട്ടാ പോകുന്നത്. നമുക്ക് തിന്നാനൊന്നുമില്ല. മുതുകാള ഞങ്ങൾക്ക് തിന്നാനൊന്നുമില്ല. വിഷമായോ? വിഷമായോടി? എടി വിഷമായോടി? എടി 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 ഓ ഭാഗ്യം. നാടിന് നമ്മളൊരു നല്ല കാര്യം ചെയ്തു. വേണം ഇത് റെന്റിന് കൊടുക്കാറുണ്ട്. മലർക്കോടി ഇതെന്താ കൊള്ളാട്ടോ വലിയ. ഇനി അടുത്ത ഓണത്തിന് പുള്ളിയെ പുലി കളിപ്പിക്കൂടെ? മനസ്സിലായി പോണെന്ന്. ഇതെങ്ങനെയാ? ഇയാൾക്ക് 2 അഡ്വാൻറ്റേജാ. ഇയാൾക്ക് കാശ് പുലികൾ കളിച്ച് ഉണ്ടാക്കുകയും ചെയ്യാം, അല്ലാതെ ലോസിലേക്കും കൊണ്ടുപോകും. തൃശ്ശൂര് മറ്റേ ചെണ്ടമേളൊക്കെ കേട്ടാ കടന്ന് ഉറങ്ങാൻ പറ്റുന്നേ. ഗുഡ് മോർണിംഗ്. സൂപ്പർ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റാ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. പുതിയൊരു വീഡിയോ